കോതമംഗലം കീരമ്പാറയിൽ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒരു നിർമ്മാണ ജോലിയും ആരംഭിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. ആനശല്യം രൂക്ഷമായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുന്നതാണ് പ്രദേശവാസികളെ രോഷാകുലരാക്കുന്നത്. കീരമ്പാറ പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. കാട്ടാനക്കൂട്ടം നിത്യവും കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു. പ്രദേശവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയമാണ്. നാട്ടുകാരുടെ നിരന്തര പരാതികളെ തുടർന്ന് കീരമ്പാറ പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ 93.70 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 8.5 കിലോമീറ്റർ ദൂരത്തിൽ കീരമ്പാറ പഞ്ചായത്തിൽ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഒക്ടോബർ 26-ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തെങ്കിലും നിർമ്മാണ ജോലികൾ ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാസങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി ഇപ്പോഴും വെറും വാഗ്ദാനം മാത്രമായി നിലനിൽക്കുന്നു. വാഗ്ദാനമല്ല, ജീവൻ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫും കീരമ്പാറ ജനകീയ വേദി നേതാവ് ജോളി ഐസക്കും പറഞ്ഞു. ഉദ്ഘാടന കർമ്മ ചടങ്ങായി മാത്രം മാറിയതല്ലാതെ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുവാനോ അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യുവാനോ ഇതുവരെയായിട്ടും വനംവകുപ്പ് തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ടെൻഡറായി വർക്ക് നാളെ ആരംഭിക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ വളരെ നിസ്സംഗത മനോഭാവം സ്വീകരിച്ചുകൊണ്ട് വനംവകുപ്പ് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവിടെ വേനലായതോടുകൂടി ഈ സ്ഥലം എന്ന് പറയുമ്പോൾ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വനമില്ല. ഇവിടെ ആകപ്പാടെ ഞങ്ങൾക്കുള്ള 3.78 സ്ക്വയർ കിലോമീറ്റർ പ്ലാന്റേഷനാണ്. അതായത് ശാസ്ത്രീയമായി ഒരു ആനയ്ക്ക് വസിക്കണമെങ്കിൽ 25 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണമെന്നിരിക്കെ ഈ നിസ്സാരമായ സ്ഥലത്ത് 7-8 ആനകൾ ദൈനംദിനം അങ്ങോട്ടും ഇങ്ങോട്ടും ജനവാസ മേഖലകളിലേക്കും ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട കുട്ടമ്പഴിക്ക് പോകുന്ന റോട്ടിലും ദൈനംദിനം ആനകൾ വിരയിക്കുകയാണ്. ഒരു കാലത്തും നടപ്പിലാകാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം 1 വർഷമാണ് ഈ ടെൻഡറിൻ്റെ കാലാവധി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും വേഗം നടപ്പിലാക്കേണ്ട ഈ ഫെൻസിങ് സംവിധാനം 1 വർഷം നീണ്ട ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതോടുകൂടെ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവൻ വളരെ ഭീഷണിയിലാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇവിടെ ആനകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.